ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. വാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. വാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, തപസ് കാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഉണർവിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് അവിടുത്തെ വിശുദ്ധഗിരിയായ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള കൃപകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും അതിന് ഒത്തവണ്ണം ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് ഈ തപസ്കാലത്തിൽ നാം ചെയ്യുക. ആയതിനാൽ ഏറെ തീഷ്ണതയോടുകൂടി ആയിരുന്നു കൊണ്ട് അവിടുത്തെ വചനങ്ങളെല്ലാം ധ്യാനിച്ച് അവിടുത്തെ പദ്ധതിക്കനുസ്മൃതമായി ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ടും ഈ വിശുദ്ധ ബലി യഥായോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി ഖേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ പ്രിയപുത്രനെ ശ്രവിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ വചനത്താൽ ഞങ്ങളെ ആന്തരികമായി പരിപോഷിപ്പിക്കുവാൻ കനിയണമേ. അങ്ങനെ ആത്മീയമായ ഉൾക്കാഴ്ചയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹത്വത്തിൻ്റെ ദർശനത്താൽ ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ദൈവം അബ്രാമിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവിടുന്ന് അതവന് നീതിമൽക്കരണമായി കണക്കാക്കി. അവിടുന്ന് തുടർന്ന് അരുൾ ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്റെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു,
3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരം അരുളണമേ. എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുത്. കർത്താവേ എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ഞാൻ ആരെ ഭയപ്പെടണം. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ഞാൻ ആരെ ഭയപ്പെടണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകുവിൻ. ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപഠിക്കുവിൻ. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സന്തോഷവും കിരീടവുമായ വത്സല സഹോദരരെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്കു സ്തുതി. ശോഭിക്കുന്ന മേഘത്തിൽ നിന്ന് നിത്യപിതാവിൻ്റെ സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്കു സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു.
അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയായിക്കും. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്നും ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, തപസ് കാലത്തിലെ 2ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചപ്പോൾ യേശുവിനുണ്ടായ പ്രലോഭനങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. നമ്മൾ ഈ തപസ് കാലത്തിൽ പല കാര്യങ്ങളും പരിത്യജിച്ച് കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉദ്ധാനവുമൊക്കെ ആഘോഷിക്കുവാനായിട്ട് നമ്മളെ തന്നെ തയ്യാറെടുക്കുവാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ചു. ഉദാഹരണത്തിന് ഈ മാംസവും ഒരുപക്ഷെ മത്സ്യവും അതുപോലെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്നുണ്ടാവാം. എന്നാൽ ആരംഭത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ യേശുവിൻ്റെ പ്രലോഭനത്തെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ ധ്യാനിച്ചത്. തീർച്ചയായിട്ടും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാലയളവിൽ ഒരു വർഷത്തിൽ 3 പരീക്ഷകളാണ്, 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷകൾ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമതായി നമ്മൾ വിളിക്കുന്നു ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതുപോലെ വാർഷിക പരീക്ഷ. ഇനി അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്രകാരം പറയുവാനായിട്ട് സാധിക്കും, ക്വാർട്ടർലി എക്സാം, അതുപോലെ തന്നെ ഹാഫ് ഇയർലി എക്സാം, ആനുവൽ എക്സാം എന്ന്. ഇനി ഇതിലും 3ലും നല്ല വിജയം കാഴ്ചവെക്കുന്നത് ഇതിൽ 3ലും ഫുള്ള് മാർക്കുകൾ ലഭിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും യേശുവിൻ്റെ പ്രലോഭനങ്ങളെ ധ്യാനിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ സാധിച്ചത്. 3 തരത്തിലുള്ള പ്രലോഭനങ്ങൾ. ഇനി ഈ 3 തരത്തിലുള്ള പ്രലോഭനങ്ങളിലും യേശുനാഥൻ വിജയിച്ചു എന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ആ പ്രലോഭനങ്ങളെല്ലാം ഇപ്രകാരമായിരുന്നു. ഒന്നാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് ഭക്ഷണത്തോടുള്ളതാണ്. നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകുവാനായിട്ട് കൽപ്പിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പ്രലോഭനത്തെ ശാരീരികമായിട്ട് കടന്നു വരുന്ന പ്രലോഭനം എന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ, രണ്ടാമതായിട്ട് കടന്നു വരുന്ന പ്രലോഭനം എന്ന് പറയുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങളാണ്. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും എന്ന്. പ്രിയപ്പെട്ടവരെ, അതിലും വിജയിച്ചു. ഇനി മൂന്നാമതായിട്ടുള്ളത് ആത്മീയമായിട്ടുള്ള പ്രലോഭനമാണ്. ദേവാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തിൽ കൊണ്ടു നിർത്തിക്കൊണ്ട്, ശൃംഗത്തിൽ കൊണ്ടു നിർത്തിക്കൊണ്ട് താഴോട്ട് ചാടുക. കാരണം ദൈവദൂതന്മാർ നിൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ സംരക്ഷിച്ചു കൊള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും ഈ നോമ്പാചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ, തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങളാണ് ശാരീരികമായിട്ടുള്ള പ്രലോഭനങ്ങൾ, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങൾ. ഇനി ഇത് രണ്ടിനെയും നമ്മൾ അതിജീവിച്ചാൽ
ഞാൻ നോമ്പ് നോക്കുന്നു അല്ലെങ്കിൽ തപസ്സാചരണം വേണ്ടത്ര കൃത്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടുള്ള ഒരു ആത്മീയ പ്രലോഭനങ്ങൾ. ഈ 3 തരത്തിലുള്ള പ്രലോഭനങ്ങളെയും ഒരു വ്യക്തി അതിജീവിക്കണം. ഇനി ഇന്നത്തെ ഈ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, 2ാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്രകാരം പ്രലോഭനങ്ങളെ അതിജീവിച്ചാൽ മാത്രമായാൽ പോരാ, മറിച്ചോ യേശു തൻ്റെ ശിഷ്യന്മാരെ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് മലയിലേക്ക് കയറിപ്പോവുകയാണ്, ഉന്നതങ്ങളിലേക്ക് പോകുകയാണ്. അതായത് മാനുഷികമായിട്ടുള്ള ബലഹീനതയിൽ നിന്നും ഒരു ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ കയറി ചെല്ലേണ്ടതുണ്ട്. അവിടെ വെച്ചായിരിക്കണം ഒരു വ്യക്തി യേശുവിനെ തൻ്റെ മഹത്വത്തോടെ ദർശിക്കേണ്ടത്, ദൈവത്തെ തൻ്റെ മഹത്വത്തോടെ ദർശിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആ നടത്തം എന്ന് പറയുന്നത് യേശു തന്നെയാണ് ശിഷ്യന്മാരെ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ തപസ് കാലത്തിൽ ഈ ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്കുള്ള ഈ യാത്രയിൽ ദൈവം തന്നെ, യേശുനാഥൻ തന്നെ നമ്മളോട് ഒപ്പമില്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ കാല് വഴുതി വീഴുവാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ്. ആയതിനാലാണ് വചനത്തിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും നമ്മൾ ഈ തപസ്കാലത്തിൽ നമ്മൾ മുന്നോട്ട് ഈ ആത്മീയമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. ഇനി ഈ വചനധ്യാനം, വചന വായന ഇവയും നമ്മുടെ കുടുംബ ജീവിതത്തിലെ കുടുംബ പ്രാർത്ഥനകളിലും അതുപോലെ കൗദാശിക ജീവിതത്തിലും ഏറ്റവും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെയെല്ലാം നമ്മൾ ഈ ക്രിസ്തുവിനോടൊപ്പം യേശുവിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടായിരിക്കണം മലയുടെ മുകളിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം ഉയർത്തേണ്ടത് എന്ന് തിരുസഭ മാതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്, ചെല്ലേണ്ടവരാണ്. കാരണം ഇന്നത്തെ 2ാമത്തെ വായനയിലും നമ്മൾ വായിച്ചു കേട്ടു, പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടുത്തെ പൗരത്വം സ്വീകരിച്ചവരല്ല. ഇവിടുത്തെ താൽക്കാലികമായിട്ടുള്ള പൗരത്വമായിരിക്കാം, പക്ഷെ നിത്യമായിട്ടുള്ള പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. ക്രിസ്തുവിനെ പ്രതി നീ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ആ പൗരത്വം നീ തെളിയിക്കേണ്ടത് ഇപ്രകാരമുള്ള സത്പ്രവർത്തികളിലൂടെയാണ്, അതുപോലെ തന്നെ തപസ് അനുഷ്ഠാനങ്ങളിലൂടെയാണ്, ഒപ്പം തന്നെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിലൂടെ തന്നെയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വിശുദ്ധ വേലയിൽ ആയിരിക്കുമ്പോഴും നമ്മൾ മുന്നോട്ടുള്ള ഈ തപസ്സാചരണത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാതെ നിലനിൽക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുത്തെ നാഗരികരല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ വി ആർ നോട്ട് ദ സിറ്റിസൺ ഓഫ് ദിസ് വേൾഡ്. പക്ഷേ നമ്മളെല്ലാം സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ആ അവകാശം നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടത് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതിലൂടെയാണ്, അവിടുത്തെ വചനം ശ്രവിക്കുകയും അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതിലൂടെയുമാണ് എന്നുള്ളതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നോമ്പ് കാലത്തിൽ എല്ലാം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ. അതായത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നു, ഇഷ്ടമുള്ള ശാരീരികമായിട്ടുള്ള വാസനകൾ ഉപേക്ഷിക്കുന്നു, ഒപ്പം തന്നെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിട്ട ഓട്ടത്തിൽ നിന്നും നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ആയിരിക്കാൻ ശ്രമിക്കുകയും, ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്ന പിതാവിൻ്റെ മുമ്പിൽ രഹസ്യത്തിലാണ്, പരസ്യത്തിലല്ല. കാരണം മറ്റുള്ള മനുഷ്യരെ കാണിക്കുവാനല്ല, ദൈവത്തെ കാണിക്കുവാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഈ ചിന്തകളോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും ഈ ഉപേക്ഷ മാത്രം പോരാ, മറിച്ചു ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്കുള്ള ഒരു ത്യാഗപൂർണമായിട്ടുള്ള ഒരു യാത്രികരായിട്ട് ആ ദൈവത്തിൻ്റെ വലിയ കൃപ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നവരായി ദൈവത്താൽ കാണപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം.
ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നോറുഹായ ധന്യ ശരീരമേടുത്തു പരനായി പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ നീ സത്യങ്ങളെല്ലാം മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ ബലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ചയെന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനുമാകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കാതോലിക്ക അപ്പോസ്തലിക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയിർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായി ഹൃത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ.
പ്രിയ സഹോദരരെ, എല്ലാ കാലയളവിലും നാം പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടവരാണ്. വിശിഷ്യ തപസ്കാലത്തിലെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ നമുക്ക് അർപ്പിക്കാം. നിത്യപുരോഹിതനായ ദൈവമേ, തിരുസഭയെ മുഴുവനായി അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പാപ്പയെ, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും എല്ലാ വൈദികരെയും, വിശിഷ്യ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോഷിയച്ചനെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രൈസ്തവ സഭയെ സ്നേഹത്തിലും സമാധാനത്തിലും നയിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ എന്നരുളി ചെയ്ത പിതാവായ ദൈവമേ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും മാരകമായ മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോകുന്ന എല്ലാ മക്കളെയും തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും പ്രാർത്ഥനയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനന്ത നന്മസ്വരൂപനായ ദൈവമേ, അനുദിന ജീവിതത്തിലെ പലവിധ ആവശ്യങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുന്നവരെയും രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുവചനത്താൽ ശക്തിപ്പെടുത്തുകയും സൗഖ്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ ഉറവിടമായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പാപക്കടങ്ങളും പുറത്ത് നിത്യസൗഭാഗ്യത്തിന് അവരെ അർഹരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ ജനം അങ്ങിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അന്യുക്തമായ പ്രാർത്ഥനകളിലൂടെ അവർ യാചിക്കാൻ മുതിർന്നത് അങ്ങേ കാരണത്താൽ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. എൻ്റെ ജീവിത ബലിയും കാൽവരിയിൽ യേശുവിൻ തിരുയാഗ വേദിയിൽ, എൻ്റെ ജീവിത ബലിയും കാൽവരിയിൽ യേശുവിൻ തിരുയാഗ വേദിയിൽ ഹോമിച്ചു പാപവും ക്ലേശങ്ങളും ഉദ്ധിതമാകുമീ ബലിവേദിയിൽ, എൻ്റെ ജീവിത ബലിയും കാൽവരിയിൽ യേശുവിൻ തിരുയാഗ വേദിയിൽ. നവ്യപ്രഭാപൂരം ജീവിത പാതയിൽ സ്വാർത്ഥത നൽകുന്ന തമസകറ്റി കാഴ്ചവസ്തുക്കളും ജീവിതമാല്യവും പിന്നിത തിരുമുൻപിൽ സമർപ്പിക്കുന്നു. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാഴ്ചവസ്തുക്കൾ ഞങ്ങളുടെ പാപങ്ങൾ ശുദ്ധീകരിക്കുകയും പെസഹ തിരുനാൾ ആഘോഷിക്കുവാൻ അങ്ങേ വിശ്വാസികളുടെ ശരീരത്തെയും മനസ്സിനെയും പവിത്രീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തൻ്റെ മരണത്തെപ്പറ്റി ശിഷ്യന്മാരെ അറിയിച്ച ശേഷം വിശുദ്ധ ഗിരിയിൽ വച്ച് അവിടുത്തെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിക്കുന്ന പോലെ പീഡാസഹനത്തിലൂടെ അവിടുത്തെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് എത്തിച്ചേരുവാൻ മനസ്സാക്കുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോട് ചേർന്ന് ഈ ഭൂമിയിൽ ഞങ്ങൾ അങ്ങേ അനവരതം പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവനെ ശ്രവിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ കാര്യങ്ങളിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഈ മഹത്വമേറിയ രഹസ്യങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവേ, നിരന്തരമായ അനുഗ്രഹത്താൽ അങ്ങേ വിശ്വാസികളെ ആശീർവദിക്കുകയും അങ്ങേ ഏകജാതൻ്റെ സുവിശേഷത്തോട് അവരെ വിശ്വസ്തരാക്കുകയും ചെയ്യണമേ. അപ്പോസ്തലന്മാർക്ക് മഹത്വത്തിൻ്റെ തേജസ് തന്നിൽ തന്നെ അവിടുന്ന് ദൃശ്യമാക്കിയല്ലോ. അതേ മഹത്വം ഇവരും അനവരതം പ്രത്യാശിക്കുവാനും അതിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചേരുവാനും പ്രാപ്തരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കന്യാമറിയമേ കനിവിൻ കടലേ, കൈകൂപ്പുന്നടിയാൾ നിൻ പാദപൂജാമലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ. ഇന്നും ഓർക്കേണമേ ഞങ്ങളെ. കന്യാമറിയമേ കനിവിൻ കടലേ, കൈകൂപ്പുന്നടിയാൾ നിൻ പാദപൂജാ